മഹല്ല് ഞങ്ങളെ കയ്യിലല്ലേ? ഒന്ന് പറഞ്ഞോട്ടെ സഹോദരന്മാരെ, മഹല്ല് നിങ്ങളെ കയ്യിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മഹല്ലിലെ സുന്നികൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. പേരോട് ഉസ്താദ് പറഞ്ഞ ഉദാഹരണം ഞാൻ ഓർക്കുന്നു. ഹോസ്പിറ്റലിന്റെ 85ാം വാർഷികം നടക്കുന്നു. പക്ഷേ തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരൊക്കെ കൂടഞ്ഞു പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ ചുമര് മാത്രമേ ബാക്കിയുള്ളൂ. ആ വാർഷികത്തിന് ഒരർത്ഥവുമില്ല എന്ന് സഹോദരന്മാരെ നമുക്കറിയാം. അതുകൊണ്ട് TC ഉസ്താദിനെ കുറ്റം പറയാനൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല. വളരുമ്പോൾ ഞങ്ങൾ പറയും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ കുല്ലുഹും മജ്മഊൻ കൂടിയാലും TC ഉസ്താദ് ധരിച്ച ആ ചെരുപ്പിന്റെ അടിയിലെ ചേരാവാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് വളരെ വ്യക്തമാണ്. ഉസ്താദിന്റെ മഹത്വം പറയുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ പറഞ്ഞതെന്താ? ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ നാടാണ്. ഞാൻ പറയട്ടെ, കണ്ണിയത്ത് ഉസ്താദ് എന്ന പേര് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ഇന്നത്തെ പ്രസിഡന്റായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം അതാ എഴുതി വച്ചിരിക്കുന്നു, ജുമുഅക്ക് മുമ്പ് പ്രസംഗിക്കൽ അസദ് കറാഹത്ത്, ഏറ്റവും കടുത്ത കറാഹത്താണെന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഫത്വ കൊടുത്തിട്ട് ഇന്നും നിങ്ങളുടെ പള്ളികളിൽ ജുമുഅക്ക് മുമ്പ് പ്രഭാഷണം നടത്തുന്നില്ലേ? നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയാൻ എന്തധികാരം? എടുക്കൂ മോനെ, ഇനി കാന്തപുരം ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ബന്ധമില്ല എന്ന് നിങ്ങൾ പറയണ്ട. കാന്തപുരം ഉസ്താദിനെ ഞങ്ങളുടെ ഖമറുൽ ഉലമയെ ആശീർവദിച്ച പണ്ഡിതനാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. കൊണ്ടുവരൂ മർകസിന്റെ തഹസ്സുസിന്റെ പരിപാടി, പഴയ കാലത്തുള്ള ഒരു ഫോട്ടോ ഞാനതിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ, പഴയ കാലത്ത് മർകദു സഖാഫത്ത് സുന്നിയയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് കാബിൽ സഖാഫി ആ ബിരുദം തുടങ്ങുമ്പോൾ അവിടെ വന്ന് കാന്തപുരം ഉസ്താദിനെ ആശീർവദിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും മഹാനായ കണ്ണിയത്ത് ഉസ്താദും. ഇവിടെ പ്രസംഗിക്കുന്ന ഉസ്താദ് അവറുകൾ അല്ലേ? കാണുന്നുണ്ടല്ലോ ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ. അതാരാ? അതാണ് ഖമറുൽ ഉലമ ഉസ്താദ് കേട്ടോ. അവിടെ ഇരിക്കുന്നതാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. കണ്ടോ നിങ്ങള്? മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, ഏതൊക്കെ പണ്ഡിതന്മാർ കേരളത്തിൽ ജീവിച്ചു പോയിട്ടുണ്ടോ ആ പണ്ഡിതന്മാരൊക്കെ ആശീർവദിച്ച മഹാപണ്ഡിതനാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാനത് പറയാനുള്ള കാരണം, ഇവിടെ ഉസ്താദിനെ വലിയ മോശമായ വാക്കുകൾ പറഞ്ഞു. ഞങ്ങളുടെ കരളിന്റെ കൃഷ്ണമായ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, അതേ ഭാഷയിൽ പറയാൻ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് വാചകങ്ങളില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഞങ്ങളും നിങ്ങളും പഠിച്ച സ്കൂള് വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങളെ സംസ്കാരം പഠിപ്പിച്ചത് കാന്തപുരം ഉസ്താദാണ്, TC ഉസ്താദാണ്, അതേ താജുൽ ഉലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരിധികൾക്കപ്പുറം ഞങ്ങളൊന്നും സംസാരിക്കുകയില്ല. ഞാൻ പറഞ്ഞോട്ടെ സഹോദരന്മാരെ, ഏതൊക്കെ പണ്ഡിതന്മാർ ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ അവരെല്ലാം ആശീർവദിച്ച പണ്ഡിതൻ മഹാനായ ഹസൻ മുസ്ലിയാരെ കൂടെയുള്ള വേറൊരു ഫോട്ടോ കൊണ്ടുവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ കൃത്യമായി മഹാന്മാർ അനുഗ്രഹിച്ച കാന്തപുരം ഉസ്താദ് എന്റെ CD-യിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ EK ഹസൻ മുസ്ലിയാർ ശംസുൽ ഉലമയുടെ സഹോദരൻ. ആരുടെ കൂടെയാണുണ്ടായിരുന്നത്? ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ. ഇനി ഒന്നുകൂടി കൊണ്ടുവരും. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും മഹാനായ SES വീരാൻകുട്ടി മുസ്ലിയാരും അതുപോലെ കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട ഫളൽ തങ്ങളും ഇവരെല്ലാവരും ഇരിക്കുന്ന രംഗം നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. നേരത്തെ ഇവിടെ കീലത്ത് പറഞ്ഞല്ലോ അരീക്കാട് പള്ളി പ്രശ്നം. അരീക്കാട് പള്ളി പ്രശ്നത്തിൽ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞല്ലോ, കാന്തപുരം ഉസ്താദിന്റെ കരം, ഖമറുൽ ഉലമയുടെ കരം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ് മഹാനായ ഉസ്താദിനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന മഹാപണ്ഡിതനാണ് മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ കേട്ടോ. നിങ്ങൾ നോക്ക് ചന്ദ്രികയിലെ ലേഖനം.
ഇല്ലേ? ചന്ദ്രികയിൽ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ വഫാത്തായപ്പോ അതിന്റെ ഉടനെ വന്ന ലേഖനം എന്താ? ശംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹം രണ്ടു സമസ്തയും ഒന്നാകണം എന്നതായിരുന്നു. കാരണം എന്താ? മഹാനായ ശംസുൽ ഉലമക്കറിയാം, ഇപ്പോൾ എന്റെ പിൻഗാമിയായി വരുന്ന ഈ ചങ്ങാതിമാരെ ഈ പണിക്ക് പറ്റൂല. അതുകൊണ്ടാണല്ലോ സമസ്ത ഒന്നായ പിന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആകുമ്പോ ആരാ ഉപാധ്യക്ഷൻ? മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകൾ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഇ.കെ. ഉസ്താദ് ജനറൽ സെക്രട്ടറി ആകുമ്പോ ആരാ ജോയിന്റ് സെക്രട്ടറി? ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അപ്പൊ അവരുടെ വഫാത്തിന് ശേഷം ഈ കേരളത്തെ എല്ലാ മുസ്ലിം ലോകത്തിന് തീരുമാനം പറയാൻ, അതിനെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള പണ്ഡിതന്മാർ ഇവരാണെന്ന് സഹോദരന്മാരെ നമുക്കറിയാം. എന്ന് മാത്രമല്ല, ഇനി നമ്മൾ അസ്ഹരി തങ്ങൾ ഉണ്ടാവും. ഒന്നും കൂടി കൊണ്ടുപോവാ. ഒരൽപ്പസമയം കൂടുതലുണ്ട്, ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല. ഞാൻ ഇവിടെ ഈ ആക്കോട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരോടും പറയുന്നത്, ഒരിക്കലും കാന്തപുരം ഉസ്താദിനെ കണ്ണിയത്ത് ഉസ്താദ് കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവര് തെറ്റിദ്ധരിപ്പിച്ച് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പല വേദികളിലും നിങ്ങൾ മൈക്ക് ഓഫാക്കിയ സംഭവം വരെ ഉണ്ട്, അല്ലെ? ഉണ്ട്, എത്രയോ ഉണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ഇവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോ സ്വാഗതം